സാറേ. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഇപ്പോൾ ഓഡിബിൾ ആണ്. സ്റ്റാർട്ടാക്കി. ഓക്കെ ഓക്കെ മക്കളെ, വെൽക്കം ബാക്ക് ടു ടൈറ്റാൻ. ഓക്കെ, ഇത് ടൈറ്റാനിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഒരു സാറാണ്. ഓക്കെ, നിങ്ങൾക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എടുക്കാൻ വന്നിട്ടുള്ള പുതിയ സാറാണ്. ഓക്കെ, എന്റെ സൗണ്ട് ഒന്ന് ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റേസ് ഹാൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഏതെങ്കിലും ഭാഗം എടുത്തായിരുന്നോ? ഇതുവരെ ഡിസ്കസ് ചെയ്തായിരുന്നോ? ഏതെങ്കിലും ഡിസീസ് ആയിട്ട് എടുത്തായിരുന്നോ? അതല്ലെങ്കിൽ ഇൻട്രോ മാത്രമാണോ കഴിഞ്ഞിരിക്കുന്നത്? ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോടാ? ഓക്കെ, ഞാൻ ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓഡിബിൾ ആണോ? ചാറ്റ് ത്രൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ അറിയാം. നമ്മുടെ ഈ ഒരു ഭാഗത്ത്, നമ്മുടെ ഈ ഒരു ജയിച്ചയുടെ എക്സാംസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക MCSന് വേണ്ടിയിട്ടായിരിക്കും, മുനിസിപ്പൽ കോമൺ സർവീസിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്കറിയാം അനാട്ടമി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെയാണ് നമ്മൾക്ക് ഈ ഒരു 10 സബ്ജക്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്നും പരാവാരം പഠിക്കാനോ എഴുതി വെക്കാനൊന്നുമില്ല. അപ്പോ ഈ ഒരു നമ്മുടെ സെൻട്രൽ ലെവലിലുള്ള എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ഏറ്റവും എളുപ്പമുള്ള ഒരു ഡിസീസാണ് ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബാക്ടീരിയ പരത്തുന്ന ഡിസീസാണ്. ആ ബാക്ടീരിയയുടെ പേര് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ. ഓക്കെ, കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയേ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് നമുക്ക് ഈ ഒരു ഡിഫ്തീരിയ പരത്തുന്നത്. സോ നമ്മള് പണ്ട് ഏതെങ്കിലും ഒക്കെ ഡിസീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബാക്ടീരിയക്ക് ചിലപ്പോൾ ഈ പറയുന്ന മംസ്, മീസിൽസ്, റുബെല്ല എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിസീസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്തൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഒരൊറ്റ ടൈപ്പേ ഉണ്ടായിരിക്കുള്ളൂ. ബാക്ടീരിയൽ ടൈപ്പ് എന്ന് പറയുന്നത് ഒറ്റ എണ്ണേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ തൊണ്ടയിലാണ് ഈ ഒരു കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു പാത്തജൻ നമുക്ക് ഡിസീസ് പരത്തുന്നത്. അപ്പോ അതിൽ തന്നെ എവിടെയാണോ പരത്തുന്നത്, എവിടെയാണോ ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 ഭാഗങ്ങളാക്കിയിട്ട് അതിനെ വിഭജിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റത്തെയാണ് ആന്റീരിയൽ നൈസൽ, ദെൻ രണ്ടാമത്തെ ഫോഷ്യൽ, ദെൻ മൂന്നാമത്തെ ലാരിഞ്ചിയൽ. ഓക്കെ, ആന്റീരിയൽ നൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നമ്മുടെ നോസിന്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പൊ ആന്റീരിയർ നൈസൽ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒരുപാടധികം അനാട്ടമിക്കൽ ടേംസ് ആണ്. ഈ ആന്റീരിയറിന്റെ അർത്ഥം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? മീനിങ് അനാട്ടമിക്കൽ ടേംസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആന്റീരിയർ എന്താണ് ആന്റീരിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ചാറ്റ് ബോക്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നിങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ ആന്റീരിയർ എന്ന് വിളിക്കുക. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂക്കിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഈ ഒരു ബാക്ടീരിയ എഫക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് അബി, വെരി ഗുഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ആന്റീരിയൽ നെയ്സൽ എന്ന് വിളിക്കുക. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫോഷ്യൽ. കുറച്ചും കൂടി ബാക്ക് സൈഡിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി പുറകിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫോഷ്യൽ എന്ന് വിളിക്കും. ദെൻ ലാരിഞ്ചിയൽ. ഇങ്ങനെ 3 ടൈപ്സ് ആണ് ഈ ഒരു ബാക്ടീരിയക്ക്. ഒരു ബാക്ടീരിയൽ സീറോ ടൈപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ബാക്ടീരിയോളജിക്കൽ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇത്തരത്തില് 3 ടൈപ്പാണ് ഈ ഒരു ഡിഫ്തീരിയക്കുള്ളത്. ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചർമാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ഇങ്ങനെ വേണം പഠിക്കാൻ. നമ്മുടെ ആഡ്ജൻ ഫാക്ടേഴ്സ്, ഹോസ്റ്റ് ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പിന്നെ കൺട്രോൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ബാക്ടീരിയനെ കുറിച്ചിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഇനി അടുത്തത് പഠിക്കാനായിട്ടുള്ളത്. സോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ മൈക്രോബയോളജിയിൽ ഒരുപാടധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാക്ടീരിയയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സവിശേഷതകളായിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് അതിനെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ആരോടാണ് ഇപ്പൊ ഒന്ന് ചോദിക്കാം? ആതിര കെ എം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ആതിര, എന്താണ് ബാക്ടീരിയയുടെ, ചെറുപ്പം തൊട്ടേ നമ്മൾ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബാക്ടീരിയനെ കുറിച്ചിട്ട് നമുക്ക് എന്തറിയാം? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ടീരിയനെ കുറിച്ചിട്ട് ഒരുപാടധികം കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ബാക്ടീരിയക്ക് പറയാനായിട്ടുള്ളത്? റെസ്പോണ്ട് ചെയ്യൂ ആതിര.
അതിലില്ലെങ്കിൽ നിങ്ങളുടെ പേരുകളൊന്നും എനിക്ക് ONL 126 അമ്മ ആരാണത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയും മോളെ. സിംഗിൾ സെൽഡ് ആണ്. ഓക്കെ, ബാക്ടീരിയ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആണ്. പിന്നെ എന്തൊക്കെയാണ് ബാക്ടീരിയനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്? ബാക്ടീരിയയുടെ പെക്യുലാരിറ്റീസ് ആയിട്ട് പറയുന്നത് അബി പറഞ്ഞിട്ടുണ്ട് സിംഗിൾ സെൽഡ് ആണെന്ന്. പിന്നെ എന്താണ് നിങ്ങൾ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്നത്? നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴല്ലേ ക്ലാസ് എടുക്കാൻ ഒരു സുഖം ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആരും പറയുന്നില്ലല്ലോ. ഞാൻ തന്നെ പറയണം, സാറ് തന്നെ പറയണം. സാറാണല്ലോ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിട്ടുള്ളത്. സോ സാറ് തന്നെ പറയണം. 2 ടൈപ്സ്. ഓക്കെ, ഏതൊക്കെയാണ് ആ 2 ടൈപ്സ് ഉള്ളത്? ബാക്ടീരിയനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനായിട്ടുള്ളത്? ഓക്കെ, വെരി ഗുഡ്. പ്രോകാരിയോട്ട് ആണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോകാരിയോട്ട് ആണ്. ഓക്കെ, പ്രോകാരിയോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂക്ലിയസ് അവിടെ കാണാനായിട്ട് പറ്റില്ല. ബാക്ടീരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഇതായിരിക്കും. പിന്നെ ബാക്ടീരിയക്ക് ഉള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഈ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയക്ക് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മുടെ എക്സോടോക്സിൻ. ഓക്കെ, എക്സോടോക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പുറത്തേക്ക് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സോടോക്സിൻ എന്ന് പറയാം. ബേസിക്കലി ഈ ഒരു ടോക്സിൻ ആണ് നമുക്ക് ഈ ഒരു ഡിഫ്തീരിയ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയയെ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാക്ടീരിയക്ക് ആ കൂടി കുറച്ച് കാര്യങ്ങൾ അറിയുള്ളൂ. എന്ത് ചെയ്യും? നേരെ കയറി ഉടനെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ഏതാണ്ട് ത്രോട്ടിലാണെന്നുണ്ടെങ്കിൽ ആ ത്രോട്ടിലെ ഒരു എക്സോടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഗ്രേയിഷ് യെല്ലോയിഷ് മെംബ്രെയിൻ ഓവർ ടോൺസിൽസ്, ഫാരിങ്സ് ഓർ ലാരിങ്സ്. ഇപ്പൊ നമ്മുടെ ഈ വായ തുറന്ന കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ടാവും? ഒരു യെല്ലോയിഷ് കളർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു സ്യൂഡോ മെംബ്രെയിൻ ആണ്. ഈ സ്യൂഡോ നമുക്കറിയാം, സാധാരണ നമ്മൾ മുന്നേ മെംബ്രെയിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സാധാരണ മെംബ്രെയിൻ എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയോ? സാധാരണ ഒരു സെൽ മെംബ്രെയിനോ അല്ലെങ്കിൽ വാട്ടെവർ ഏതെങ്കിലും ഒരു മെംബ്രെയിൻ നമുക്ക് ഏത് കാര്യം കൊണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? എനിബഡി ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. എന്താണ് ഒരു മെംബ്രെയിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓർത്തെടുത്ത് പറയാനുള്ള പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സാർ ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, പറയൂ. പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മ ബേസിക്കലി നമുക്കറിയാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രോട്ടീനോ അല്ലാന്നുണ്ടെങ്കിൽ ലിപ്പിഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടായിരിക്കും. വെരി ഗുഡ്. ഓക്കെ, ഫോസ്ഫോലിപ്പിഡ്സ് വെച്ചിട്ടായിരിക്കും സാധാരണ ഈ മെംബ്രെയിൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ഒരു ശരിക്കുള്ള ഒരു മെംബ്രെയിൻ അല്ല. ഈ ടോക്സിൻ പ്രൊഡക്ഷൻ കൊണ്ട് നമുക്കതൊരു മെംബ്രെയിൻ ആയിട്ട് തോന്നുന്നതാണ്. ഓക്കെ, ശരിക്കും അതൊരു മെംബ്രെയിൻ അല്ല, പക്ഷെ ഒരു മെംബ്രെയിൻ ആയിട്ട് നമുക്ക് തോന്നാം. അതുകൊണ്ട് അതിനെ സ്യൂഡോ മെംബ്രെയിൻ എന്നാണ് പറയാ. ഈ ഒരു ടേംസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, സ്യൂഡോ മെംബ്രെയിൻ ഫൗണ്ട് ഇൻ ഡാഷ് ഡിസീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഇറ്റ് ഈസ് ഇൻ ഡിഫ്തീരിയ. ഡിഫ്തീരിയയിൽ കാണുന്നതാണ് ഈ ഒരു സ്യൂഡോ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോ വേറെ അത് കുറച്ചധികം സിംറ്റംസും കൂടിയും ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതാണ് മാർക്ക്ഡ് കൺജഷൻ ആൻഡ് എഡിമ. മാർക്ക്ഡ് കൺജക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശ്വാസമൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരകരപ്പ്, അതാണ് നമ്മുടെ കൺജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഡിമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം എഡിമ എന്താണ്? എഡിമ എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ, ഞാൻ നോക്കട്ടെ. എഡിമ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എഡിമ എഡിമ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. എഡിമ എന്നതുകൊണ്ട് സ്വെല്ലിംഗ് അല്ലെങ്കിൽ നീര്, ഇൻഫ്ലമേഷൻ എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഫ്ലമേഷൻ, വെരി ഗുഡ്. ഫ്ലൂയിഡ് ഫിൽഡ്. ഓക്കെ, എഡിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ അത്തരത്തില് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? സ്ലൈഡ് ഒന്ന് മാറിപ്പോയല്ലോ. എഡിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്ലമേഷനെ പറയുന്നതാണ്. ആ ഒരു സൈഡിൽ ലിംഫ് ഗ്ലാൻസിനൊക്കെ നമുക്കൊരു ഇൻഫ്ലമേഷൻ ഒക്കെ കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് എൻലാർജ്മെന്റ് ഓഫ് റീജിയണൽ ലിംഫ് നോഡ്സ്. ഈ ലിംഫ് നോഡ്സിലൊക്കെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഈ ഒരു എന്താ പറയാ, ഒരു ഇൻഫ്ലമേഷൻ കാണാനായിട്ട് സാധിക്കും. ദെൻ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ടോക്സീമിയ.
ടോക്സീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോക്സിൻ പ്രൊഡക്ഷൻ കാരണം നമുക്ക് വരുന്ന സിംറ്റംസ്, ഇപ്പൊ നമുക്കറിയാം ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും, ഫീവർ വരും, തലവേദന വരും. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് ഒരു ഡിസീസിന് കോമൺ ആയിട്ട് വരുന്ന ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ, അപ്പൊ അതാണ് ഈ ടോക്സീമിയ കൊണ്ടുവരുന്ന സിംറ്റംസ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് ബാക്ടീരിയയുടെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടിയാണ്. ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു എന്താ പറയാ ബയോകെമിസ്ട്രി പഠിച്ച സമയത്ത്, മൈക്രോബയോളജി പഠിച്ച സമയത്ത് നമുക്ക് ബാക്ടീരിയയിൽ പഠിച്ചിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലൊരെണ്ണമാണ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. ബേസിക്കലി ഇതൊരു സ്റ്റെയിൻ ആണ്. സ്റ്റെയിനിൽ ഒരു തരം കളർ കാണിക്കുന്നവയെ പോസിറ്റീവ് എന്ന് വിളിക്കും, അതുപോലെ തന്നെ വേറൊരു തരം കളർ കാണിക്കുന്നവയെ നെഗറ്റീവ് എന്ന് വിളിക്കും. സോ ഈ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് നമ്മുടെ ഡിഫ്തീരിയ. അപ്പൊ മൈക്രോബയോളജിയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ദ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ തന്നിട്ട് വേറെ കുറച്ചധികം ബാക്ടീരിയ ഒക്കെ തരും. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് ഈ ഒരു കൊറോണി ബാക്ടീരിയ ഡിഫ്തീരിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഗ്രാം പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റെയിൻ ആണെന്ന് പറഞ്ഞു. ഈ സ്റ്റെയിനിന്റെ പേര് ക്രിസ്റ്റൽ വയലറ്റ് ജെംസൺ സ്റ്റെയിൻ എന്നാണ്. ഒന്ന് ഓർത്ത് വെക്കുക, നമുക്ക് മൈക്രോബയോളജിക്കും കൂടി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്രിംസൺ വയലറ്റ് ജംസൺ സ്റ്റെയിൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇവയ്ക്ക് ഇൻവേർഡ് ചെയ്യാനുള്ള ഒരു പവർ ഇല്ല. അപ്പൊ നമുക്കറിയാം സാധാരണ ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഉള്ളിലേക്ക് തോണ്ടി തുളച്ച് കയറിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ബാക്ടീരിയക്കൊക്കെ, പക്ഷെ ഇവിടത്തെ നമ്മുടെ ഈ ഒരു കൊറൈനി ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഒരു പാവം ബാക്ടീരിയ ആണ്. നോ ഇൻവേസീവ് പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കടന്ന് ആക്രമിക്കാനുള്ള ഇതിന് എക്സോടോക്സിൻ ഒരു 4 ടൈപ്പ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സോടോക്സിൻ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കൊറൈനി ഡിഫ്തീരിയയുടെ അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയയുടെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത് അവയ്ക്ക് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ 4 ടൈപ്പ് ഉണ്ട് ഈ ഒരു എക്സോടോക്സിന്. അതാണ് ഫസ്റ്റ് വൺ ഈസ് ഗ്രാവിസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മൈറ്റിസ്, ദെൻ മൂന്നാമത്തെ ബെൽഫാൻഡി, നാലാമത്തെ ഇന്റർമീഡിയസ്. 4 ടൈപ്പ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് അറിയാനായിട്ടുള്ളത് ഇതിന്റെ സോഴ്സ് ഏതാണെന്നാണ്. ഓക്കെ, സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പൊ നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് സോഴ്സ്, ഇതിന്റെ സ്രോതസ് എവിടുന്നാണ്. അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് സോഴ്സ് എന്ന് പറയുന്നത് കേസുമായിരിക്കാം കാരിയറുമായിരിക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിഡമിയോളജിയുടെ ഇൻട്രോ എടുത്ത സമയത്ത് ഈ കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ് ബേസിക്കലി കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുക കേട്ടോ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നാലാണ് നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കൊന്ന് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്താണ് കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കേസസ് ആൻഡ് കാരിയേഴ്സ്? ചാറ്റ് ബോക്സിൽ ഇടോടാ. എന്താണ് കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ്? കേസ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ ഇവിടെ? അൺമ്യൂട്ട് ചെയ്യാത്തതാണോ മനഃപൂർവ്വം? എല്ലാരും നാണം കൊണ്ട് സംസാരിക്കാത്തതാണോ? കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ആൻസർ ഇതുവരെ വന്നുള്ളൂ, ഒരാൾക്കേ അറിയുള്ളൂ. കേസ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. കാരിയർ ഹാർബേഴ്സ് ദ ഡിസീസ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ കൊണ്ട് നടക്കുന്ന ആളാണ്. ഓക്കെ, കേസും കാരിയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേസിന്റെ ശരീരത്തില് ബാക്ടീരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഈ അസുഖത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കും. കാരിയറിന് എന്തുണ്ടാവില്ല? സിംറ്റംസ് ഉണ്ടായിരിക്കില്ല. സിംറ്റംസ് ഇല്ലാതെ ഈ ബാക്ടീരിയനെ വെറുതെ ക്യാരി ചെയ്ത് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാരിയർ എന്ന് വിളിക്കുക, അല്ലാത്തവരെ കേസ് എന്നും വിളിക്കും. അപ്പൊ ഈ കേസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സബ് ക്ലിനിക്കൽ ടു ഫ്രാങ്ക് കേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു സിംറ്റംസ് കാണിക്കുന്നതുണ്ട്. ചിലപ്പോൾ ഒരു പനിയോ തലവേദനയോ ഒക്കെ കാണിച്ചിട്ട് നിർത്താതെ അതൊരു ഫ്രാങ്ക് കേസിലേക്ക്, ഒരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കാരിയറിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടെമ്പററി ആയിരിക്കും. ചിലപ്പോൾ ഒരു കുറച്ച് നാൾ മാത്രമേ, ആഴ്ചകളോളം മാത്രമേ ചിലപ്പോൾ അത് ക്യാരി ചെയ്യുള്ളൂ. ചിലപ്പോൾ അത് ക്രോണിക് ആയിരിക്കും. ക്രോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാള് ക്യാരി ചെയ്യുന്ന കാരിയേഴ്സിനെയാണ് നമ്മൾ ക്രോണിക് കാരിയേഴ്സ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നെയ്സൽ ആൻഡ് ത്രോട്ട് കാരിയേഴ്സ് ഉണ്ട്. ഇപ്പൊ മൂക്കിലും അതുപോലെ തന്നെ തൊണ്ടയിലും ക്യാരി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഡിഫ്തീരിയക്ക് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. ഡിഫ്തീരിയക്ക് എതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ ഏതാണ്? ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ.
ഡിഫ്തീരിയക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്ന ഇമ്മ്യൂണൈസേഷൻ അല്ലാന്നുണ്ടെങ്കിൽ വാക്സിൻ ഏതാണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഏതാണ് നമ്മൾ ഡിഫ്തീരിയക്ക് എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ? ഡിഫ്തീരിയക്ക് എതിരെ ഉപയോഗിക്കുന്ന DPT. ഓക്കെ, ഇപ്പൊ നമ്മൾ DPT ഉപയോഗിക്കോടാ. ഓക്കെ, DPT ആണ് പണ്ടത്തെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ DPTയുടെ കൂടെ രണ്ട് വാക്സിനും കൂടി, 2 ഡിസീസിനെതിരെയുള്ള ഒരു വാക്സിനും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ടോട്ടൽ 5 എണ്ണമായി. അപ്പൊ എന്ത് നമുക്ക് വിളിക്കാം അതിനെ? പെൻഡാവാലന്റ്. വെരി ഗുഡ്. ഓക്കെ, പെൻഡാവാലന്റ് ആണ്. അപ്പൊ ഈ ഇമ്മ്യൂണൈസേഷൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് അത് കാരിയർ സ്റ്റേറ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്കത് പറ്റില്ല എന്നാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാരിയർ സ്റ്റേറ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഏതിലൂടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു അസുഖം പകരുക എന്നുള്ളത്. അത് ഒരെണ്ണം നേസോ ഫാരിഞ്ചൽ സെക്രീഷൻസ്. ഇപ്പൊ ഈ പറയുന്ന മൂക്കിൽ നിന്നും അതുപോലെ തന്നെ ഈ തൊണ്ടയിൽ നിന്നൊക്കെ വരുന്ന സെക്രീഷൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ ലേഷൻസ് ആയിരിക്കാം. ഇപ്പൊ ഈ സ്കിൻ അൾസേഴ്സ് ആയിട്ട് ഈ ഒരു ചിലപ്പോൾ ഡിഫ്തീരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഇപ്പൊ ത്രോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഭാഗത്തുള്ള സ്കിന്നിലുള്ള അൾസേഴ്സ് ആയിട്ട്, സ്കിന്നിലുള്ള മുറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്കിൻ ലേഷൻസിലൂടെ നമുക്ക് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫോമൈഡ്സ് ആണ്. ഫോമൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണ് ഫോമൈഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോമൈഡ്സ് ആരാ പറയാ? ഫോമൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഈ ഒരു മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫോമൈറ്റ്സ്? ഫോമൈറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എന്താണ് ഫോമൈറ്റ്സ്? ഇന്നാനിമേറ്റ് ഒബ്ജക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളാണ് പേഷ്യന്റ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ബേസിക്കലി പേഷ്യന്റ് ഉപയോഗിക്കുന്ന ക്ലോത്തിനോ അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേനയ്ക്കോ പെൻസിലിനോ ഒന്നും ഉണ്ടാവില്ല, ജീവൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ ജീവനില്ലാത്ത വസ്തുക്കളിലൂടെയും നമുക്ക് എന്ത് പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? ഇത്തരത്തിലുള്ള ഡിസീസ് ഡിഫ്തീരിയ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മുടെ ഈ ഒരു സെക്രീഷൻസ് ഒക്കെ ഈ പുറമെയുള്ള ഡസ്റ്റിൽ പറ്റി പിടിക്കാം. ഓക്കെ, പോസിറ്റീവ് ആൻസർ, വെരി ഗുഡ്. ഈ ഒരു ഡസ്റ്റിൽ പറ്റി പിടിക്കാം. ആ ഒരു ഡസ്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ, വേറൊരാളുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കും ഡിസീസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നേസോഫാരിഞ്ചിയൽ സെക്രീഷൻസ്, സ്കിൻ ലേഷൻസ്, ഫോമൈറ്റ്സ് ആൻഡ് ഇൻഫെക്റ്റഡ് ഡസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി. ഇത് എപ്പോഴൊക്കെയാണ് കൂടുതൽ ഈ ഒരു ഡിസീസ് മറ്റൊരാളിലേക്ക് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ എന്ന സമയം എപ്പോഴൊക്കെയാണെന്നാണ്. അപ്പൊ പീരിയഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി അല്ലെങ്കിൽ പീരിയഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് എഴുതണം? 14 to 28 days ആണ്. ഓക്കെ, ഒരു 14 തൊട്ട് 28 ദിവസം, ഏതാണ്ട് ഒരു മാസക്കാലമൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 6 days ആണ്. അപ്പൊ അത് ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഒരുവിധം എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ആഴ്ചക്കുള്ളിലൊക്കെ ആയിരിക്കും. ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ള ഡിസീസസ് ഒക്കെ കുറവാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു എയ്ഡ്സ് ഒക്കെ പോലെയുള്ള അത്രയും ഡിസീസുകളൊക്കെ വളരെ കുറവാണ്. ഏതാണ്ട് ഒരു ആഴ്ചയുടെ ഉള്ളിലൊക്കെ ആയിരിക്കാം ഇതിന്റെ ഒരുവിധം എല്ലാ ഡിസീസിന്റെയും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ഇനി എനിക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ്. ഓക്കെ, എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? എന്താണ് ഇൻക്യുബേഷൻ പീരീഡ്? ആരാണ് പറയാനായിട്ട് വരുന്നത്? എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഇപ്പൊ ഈ ഒരു കോവിഡ് ഒക്കെ വന്ന സമയത്ത് കോവിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അപ് ടു 40 days ആണ്, ഒരു 2 ആഴ്ചത്തോളമാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് യു മീൻ ബൈ ഇൻക്യുബേഷൻ പീരീഡ്? എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് ഒന്ന് പറഞ്ഞേ? ഫസ്റ്റ് സിംറ്റം, ഓൺസെറ്റ് ഓഫ് സിംറ്റം, എപ്പോ തൊട്ടിട്ട് സിംറ്റം കാണുന്നത് വരെയാണ്? നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ബാക്ടീരിയ കയറിയിട്ട് ഫസ്റ്റ് സിംറ്റം കാണിക്കുന്ന ആ ഒരു കാലയളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനായിട്ടുള്ളത് ഈ ഒരു ഡിസീസ് എപ്പോഴാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആവുന്നത്, ഒരാളിലേക്ക് ആ ഒരു പകർച്ച നിൽക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 24. ഓക്കെ, അപർണയാണെന്ന് തോന്നുന്നു, വെരി ഗുഡ്. ഓക്കെ, എപ്പോഴാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആവുന്നത്, എപ്പോഴാണ് അടുത്തൊരാൾക്ക് പകരാത്തത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാനായിട്ട് പറ്റണം എപ്പോഴാണ് ഈ ഒരു ഡിഫ്തീരിയ പകരില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഈ ഒരു ഡിഫ്തീരിയയുടെ നമ്മളറിയാം, എന്താ പറയാ, ഈ ഒരു കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഈ മൂക്കിലൂടെ തോണ്ടിയിട്ട് ഈ പറയുന്ന
സ്വാബ് ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുപോലെ തന്നെ 24 മണിക്കൂർ വ്യത്യാസത്തില് രണ്ട് കൾച്ചേഴ്സും കൃത്യമായിട്ട് എന്താവണം, നെഗറ്റീവ് ആവണം. ഓക്കെ, ബാക്ടീരിയനെ തെരഞ്ഞു നോക്കുമ്പോൾ അവിടെ ഈ രണ്ട് കൾച്ചേഴ്സിലും 24 മണിക്കൂർ ആദ്യം ഒരു സ്വാബ് എടുത്തിട്ട് കൾച്ചർ ചെയ്യുമ്പോൾ കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എഗെയിൻ ഇത് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവാനായിട്ട് പാടില്ല, ഈ ഒരു ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് പാടില്ല. ആ ഒരു സമയത്തിന് ആ ഒരു എന്താ പറയാ, അങ്ങനെ ഉള്ളപ്പോഴാണ്, അങ്ങനെ നമുക്കൊരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റുക, ഇത് നോൺ കമ്മ്യൂണിക്കബിൾ ആണ്, അടുത്തൊരാളിലേക്ക് പകരില്ല എന്ന് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആണ്. നമുക്കറിയാം ചില ഡിസീസുകൾ പകരുന്ന ഓരോരോ ഏജ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ചെറിയ കുട്ടികൾക്കാണ്, 1 തൊട്ടിട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബോത്ത് സെക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലിനും പകരാം ഫീമെയിലിനും പകരാം. അതുപോലെ തന്നെ ഇത് ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. ഡിഫ്തീരിയ ഈസ് എ ഡാഷ് ഇൻഫെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിഫ്തീരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് കുറെ അധികം എന്താ പറയാ, കുറച്ചധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് സബായിട്ട് വരുന്നതാണ് നമുക്ക് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അത് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് റെസ്പിറേറ്ററി, ഏത് ഭാഗത്തൂടെയൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നത് എന്നാണ് നമുക്ക് അടുത്തത് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലൂടെയും കയറാം, നോൺ റെസ്പിറേറ്ററി ട്രാക്കിലൂടെയും കയറാം. ചിലപ്പോ ഈ ഒരു നമ്മുടെ മൂക്കിലൂടെയും കയറാം, അതല്ലാതെ വേറെ കുറച്ച് ട്രാക്കിലൂടെയും കയറാം. ദാറ്റ് ഈസ് സ്കിന്നിലൂടെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഐയിലൂടെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ദെൻ ജെനൈറ്റാലിയ നമ്മുടെ ലൈംഗികാവയവങ്ങളിലൂടെ കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ദെൻ നമ്മുടെ മിഡിൽ ഇയർ. ഓക്കെ, നമ്മുടെ മിഡിൽ ഇയറിലൂടെയും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള വേറൊരു ഭാഗമാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ഡിഫ്തീരിയ. ഓക്കെ, ഇതിൽ ബേസിക്കലി നമുക്ക് 4 ടൈപ്സ് ഓഫ് ഡിഫ്തീരിയ ആണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഫസ്റ്റത്തെ ആണ് ഫാരിഞ്ചോ ടോൺസിലാർ ഡിഫ്തീരിയ. ഫാരിഞ്ചോ ടോൺസിലാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായ തുറക്കുമ്പോൾ കാണുന്ന ആ ഭാഗല്ലേ, ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫാരിഞ്ചോ ടോൺസിലാർ ഡിഫ്തീരിയ എന്ന് വിളിക്കുക. അപ്പോ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തൊക്കെ സിംറ്റംസ് ആണ് വരിക എന്നുള്ളത് പഠിക്കാനായിട്ടുണ്ട്. ദാറ്റ് ഈസ് സോർ ത്രോട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ സ്വോളോയിങ് ഉണ്ടായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അത് വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. പിന്നെ ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും, അതുപോലെ തന്നെ സ്യൂഡോ മെംബ്രെയിൻ കാണപ്പെടും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രേയിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് മെംബ്രെയിൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സബ് മാൻഡിബുലർ ഏരിയ, ലിംഫഡിനോപ്പതി, ബുൾ നെക്ക് അപ്പിയറൻസ്. ബുൾ നെക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ, ഇപ്പോ നിങ്ങൾ ഈ മറ്റേ കാളയുടെ കഴുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ കാളയുടെ കഴുത്ത് ഇങ്ങനെ വീർത്തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ അങ്ങനെ ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ബുൾനെക്ക് അപ്പിയറൻസ്. അപ്പൊ ബുൾനെക്ക് അപ്പിയറൻസ് ഉള്ള വേറെ കുറച്ച് ഡിസീസ് ഉണ്ട്, അതേ ഒരു ഡിസീസ് ആണ് നമ്മുടെ ഡിഫ്തീരിയ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, ഫാരിഞ്ചോ ടാൻസിലാർ ഡിഫ്തീരിയയിലാണ് ഈ ഒരു ഫുൾ നെക്ക് അപ്പിയറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുക. പിന്നെ ലിംഫഡിനോപ്പതി, ലിംഫൊക്കെ ഈ പറയുന്ന രീതിയിൽ വീങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് ലാരിഞ്ചൽ ഡിഫ്തീരിയ. അപ്പൊ ഈ ഒരു ബാക്ടീരിയ ലാരിങ്സിന്റെ അവിടെയാണ് ബാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് വരും? ഫീവർ ഉണ്ടായിരിക്കും, പിന്നെ ഹോഴ്സ്നെസ് ഉണ്ടായിരിക്കും, പിന്നെ ക്രൂപ്പി കഫ് ആയിരിക്കും, ഈ ഭയങ്കര ബുദ്ധിമുട്ടി ചുമക്കുന്ന പോലെ. പിന്നെ ഡിസ്നിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഡിസ്നിയ. ഓക്കെ, ഡിസ്നിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഡിസ്നിയ എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഡിസ്നിയ? ഡിസ്നിയ ആണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് ഡിസ്നിയ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. എന്താണ് ഡിസ്നിയ? ആൻസേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. എന്താണ് ഡിസ്നിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ബ്രീത്ത് എടുക്കാനുള്ള ഡിഫിക്കൽട്ടിനെയാണ് നമ്മൾ ഡിസ്നിയ എന്ന് പറയുന്നത്.
സോ അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. ഓക്കെ, ഈ ഒരു ടേംസ് ഇതിപ്പോ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ മാത്രമല്ല നമുക്ക് അനാട്ടമിയിലൊക്കെ പഠിക്കാനുള്ളതായിരിക്കും ഈ ഒരു ഡിസ്നിയ എന്ന് പറയുന്ന ടേംസ് ഒക്കെ. അപ്പൊ ഈ ടേംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, അതുപോലെ തന്നെ ഒരുപാടധികം ടേംസ് ഉണ്ട്, അനാട്ടമിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത് നെയ്സൽ ഡിഫ്തീരിയ ആണ്. മൂക്കിന്റെ ഭാഗത്താണ് വരണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മൈൽഡസ്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുള്ളൂ. പിന്നെ ഇത് എഫക്ട് ചെയ്യുന്നത് സെപ്റ്റത്തിന്റെ അവിടെയാണ്. ഇപ്പൊ നമ്മുടെ മൂക്കിന്റെ ഒരു പാലം എന്നല്ല പറയാം, മൂക്കിന് രണ്ട് മൂക്കിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെപ്റ്റം എന്ന് പറയാം. ആ സെപ്റ്റത്തിന്റെ അവിടെയാണ് ഈ ഒരു ഡിഫ്തീരിയ എഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. പിന്നെ അതർ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നാണ്. ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നാണ്, സ്കിൻ അൾസേഴ്സ് ആയിട്ട് കാണപ്പെടും. പിന്നെ കൺജങ്ടൈവ, അപ്പൊ കണ്ണിലൂടെയാണെന്നുണ്ടെങ്കിൽ കൺജങ്ടൈവേനെ ബാധിക്കാറുണ്ട്. ദെൻ ജെനൈറ്റൈൽസിനെ ബാധിക്കാറുണ്ട്. ഇത് വളരെ റയർ ആയിട്ടാണ് കാണപ്പെടുള്ളൂ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കാം. ദെൻ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷനിലോട്ടാണ്. ഒരു കോംപ്ലിക്കേഷൻ, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഡിസീസ് ഉണ്ടാക്കുക? ചിലപ്പോ ഇത് എന്ത് ചെയ്യും, നമ്മുടെ ഹാർട്ട് മസിൽസിനെ ബാധിക്കും, ലിവറിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ കിഡ്നിയെയും അതുപോലെ തന്നെ അഡ്രിനലിനെയും. അഡ്രിനൽ എന്ന് പറയുന്നത് ഒരു ഗ്ലാൻഡ് ആണ്. നമ്മുടെ കിഡ്നിയുടെ മുകളിൽ തൊപ്പി വെച്ചിട്ടുള്ള പോലെയുള്ള ഒരു ഗ്ലാൻഡിനെയാണ് നമ്മൾ അഡ്രിനൽ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു അഡ്രിനലിനെയും ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ആയി ഡിഫ്തീരിയ കൂടി തലക്കടിച്ചു എന്നൊക്കെ പറയും. തലക്കടിക്കില്ല, നമ്മുടെ ഹാർട്ടിനൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ചധികം സിംറ്റംസും കൂടി വരും. അതുപോലെ തന്നെ അതൊക്കെയാണ് ഇറഗുലർ കാർഡിയാക് റിതം ആൻഡ് വിഷൻ. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് കണ്ണു കാണാനായിട്ട് സാധിക്കില്ല. നമ്മുടെ തന്നെ ഹാർട്ടൊക്കെ നമുക്കറിയാം, ഹാർട്ടൊക്കെ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് ഒരു താളത്തിലാണ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക, ഡെവലപ്പ് ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു റിതം ഒക്കെ പോയി കിട്ടും. അതുപോലെ തന്നെ സ്പീച്ച് ഫോളോയിങ്, നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ മൂവ്മെന്റ് ഓഫ് ആംസ് ആൻഡ് ലെഗ്സ്, പാരലൈസിസ് ഓഫ് സോഫ്റ്റ് പെല്ലറ്റ്. നമുക്കറിയാം നമ്മുടെ വായയുടെ അകത്ത്, നമ്മുടെ മൗത്തിനകത്ത് ഒരു സോഫ്റ്റ് പെല്ലറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹാർഡ് പെല്ലറ്റും ഉണ്ട്. അപ്പൊ ഈ ഒരു ഹാർഡ് പെല്ലറ്റും സോഫ്റ്റ് പെല്ലറ്റ്, ഈ സോഫ്റ്റ് പെല്ലറ്റിനെ പാരലൈസിസ് ഒന്ന് തളർന്ന പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഐ മസിൽസ് എക്സ്ട്രിമിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണൊന്നും കൃത്യമായിട്ട് എന്താ പറയാ മൂവ് ചെയ്യിക്കാനൊന്നും പറ്റില്ല. എക്സ്റ്റേണൽ ഐ മസിൽസ്, ബാഹ്യ കൺപേശികളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കൃത്യമായിട്ട് കണ്ണിനൊക്കെ നല്ല വേദന അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. സോ ഇതൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സിംറ്റംസ് എന്നത് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നെക്ക് അപ്പിയറൻസ് കണ്ടതാണ്. ഈ പറഞ്ഞ സിംറ്റംസിന്റെ ഒരു ഫിഗർ ആണ്. സോർ ത്രോട്ട് ഉണ്ടായിരിക്കും, ഗ്ലാൻസ് ഒക്കെ വീങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രൂപ്പി കഫ്, ഈ കുരയ്ക്കുന്ന പോലെ, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരകര പോലെയുള്ള ഒരു സൗണ്ട്, ഭയങ്കര വരണ്ട ഒരു ചുമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നതായിരിക്കും. പിന്നെ വീസിങ് ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്. വീസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിനൊക്കെ അനുഭവപ്പെടുന്ന ഒരു വലിവ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വീസിങ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഈ ഡിസ്നി ഒക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു ഡിഫ്തീരിയനെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിഫ്തീരിയനെ കൺട്രോൾ ചെയ്യാമെന്നാണ് അടുത്തത് പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഡിഫ്തീരിയനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖമുള്ള ആൾക്കാരനെ മാത്രം പോയി മാറ്റിയിരുത്തിയിട്ടൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന എല്ലാവരെയും, കേസസിനെയും കാരിയേഴ്സിനെയും കണ്ടുപിടിച്ചിട്ട് അതിനുള്ള കൺട്രോൾ മെഷേഴ്സ് ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ കോണ്ടാക്ട്സ്, ഈ ഒരു ഡിഫ്തീരിയ ഉള്ള ഒരു വ്യക്തി ആരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ ഒരു കോണ്ടാക്ട്സിന് ഏത് രീതിയിൽ കൺട്രോൾ കൊടുക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിറ്റി. നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിലും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കൺട്രോള് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് കേസസ് ആൻഡ് കേരിയേഴ്സ്. ഇപ്പോൾ അസുഖമുള്ള ആളും അതുപോലെ തന്നെ അസുഖം കൊണ്ട് നടക്കുന്ന ആളും, ഈ ബാക്ടീരിയ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് അവരെ ചെയ്യാൻ പറ്റുന്നത് ഏർലി ഡിറ്റക്ഷൻ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം പോയി കണ്ടുപിടിക്കണം, ആദ്യം ഏർലി ഡിറ്റക്ഷൻ ചെയ്യണം. അത് നമുക്ക് സാധാരണ ആക്റ്റീവ് ഡിറ്റക്ഷൻ ആണ്. ആക്റ്റീവ് ഡിറ്റക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് ഡിഫ്തീരിയ ഉണ്ടോ, ഡിഫ്തീരിയ ഉള്ള ആളെ കണ്ടുപിടിച്ചിട്ട് അവരെ എന്ത് ചെയ്യണം, ഈ പറയുന്ന ബാക്ടീരിയ ഉണ്ടോ എന്നുള്ള രീതിയിൽ കൾച്ചർ ഒക്കെ എടുത്തിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കണം. അതാണ് പറയുന്നത് ആക്റ്റീവ് സെർച്ച് ഫോർ കേസസ് ആൻഡ് കേരിയേഴ്സ്. നമുക്ക് കേസസ് എവിടെയാ, കേരിയേഴ്സ് എവിടെയാണെന്ന് ആക്റ്റീവ് സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഈ ഡിഫ്തീരിയ ഉള്ള പേഷ്യൻസിനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് സെർച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ പാസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ അടുത്തേക്ക് വരും. ഇപ്പൊ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ സൊസൈറ്റിയിൽ ഇറങ്ങി നടന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി നടന്നിട്ട് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. എടാ നിനക്ക് കോവിഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കൊന്ന് കോവിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോന്ന് വെച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതാണ് പാസീവ് സെർച്ച് എന്ന്. ഇത് ആക്റ്റീവ് സെർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരത്തില് ഡിഫ്തീരിയ കേസസിനെയും കാരിയേഴ്സിനെയും കണ്ടെത്താം.
കേരിയേഴ്സ് ഓൺലി ബൈ കൾച്ചറൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരിയേഴ്സിനെ നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒരു ബാക്ടീരിയൽ കൾച്ചർ ചെയ്താൽ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിഫ്തീരിയയുടെ ആയിട്ടുള്ള ഒരു സിംറ്റംസും കാണിക്കില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യണം? നമ്മൾ എന്തായാലും പോയിട്ട് കൾച്ചർ ചെയ്യണം. ബാക്ടീരിയ സ്വാബ് ഒക്കെ കളക്ട് ചെയ്തിട്ട് കൾച്ചർ ചെയ്യണം. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സിംറ്റംസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യാനെങ്കിലും പറ്റും. ദെൻ അടുത്തത്, ഈ ഒരു കേസസിനെയും കാരിയേഴ്സിനെയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഐസൊലേഷൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവോ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ? എന്താണ് ഐസൊലേഷനും ക്വാറന്റൈനും തമ്മിലുള്ള വ്യത്യാസം? ആർക്കെങ്കിലും അറിയാവോ എന്താണ് ഐസൊലേഷനും അതുപോലെ തന്നെ ക്വാറന്റൈനും? നമ്മൾ കേട്ടിട്ടുള്ള കുറെ വാക്കുകളാണ്. ഐസൊലേഷൻ അതുപോലെ തന്നെ ക്വാറന്റൈൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഐസൊലേഷനും ക്വാറന്റൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് പറയൂ. ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയൂ. കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേപോലെയൊക്കെ തോന്നും, പക്ഷെ രണ്ടും രണ്ടാണ്. ഐസൊലേഷൻ ക്വാറന്റൈൻ എന്താണ്? നമ്മൾ ഈ കോവിഡിന്റെ സമയത്തൊക്കെ നിങ്ങളൊക്കെ ഈ ജയിച്ചമാരൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ആ പേഷ്യന്റിനെ പിടിച്ച് ഐസൊലേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്വാറന്റൈൻ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ പറയുന്ന നമുക്ക് ഒന്നും അറിയാതെ പറയാനായിട്ട് പാടില്ലല്ലോ. എന്താണ് ഐസൊലേഷനും ക്വാറന്റൈനും തമ്മിലുള്ള വ്യത്യാസം? വേഗം ഒന്ന് പറയൂ, എന്താണ് വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ? ആർക്കും അറിയില്ലേ? ക്വാറന്റൈൻ സസ്പീഷ്യസ്, ഐസൊലേഷൻ കേസ്. ബേസിക്കലി ക്വാറന്റൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അവർ ക്വാറന്റൈനിൽ ഇരുത്താൻ പറയും. അപ്പൊ ബേസിക്കലി ക്വാറന്റൈൻ ഒക്കെ നമുക്ക് വീട്ടിലിരുത്താം. ഓക്കെ, വീട്ടിലിരുത്തി ചെയ്യാനുള്ളതാണ്. ഐസൊലേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അതൊരു ഹോസ്പിറ്റലിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ഐസൊലേഷൻ വാർഡൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഐസൊലേഷൻ എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 14 days until proved free of infection. ഇപ്പൊ ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ആഴ്ചയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡബിൾ ഇൻക്യുബേഷൻ പീരീഡ് കുറച്ചുകൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 14 ദിവസം എന്ത് ചെയ്യും? ഒന്ന് ഐസൊലേഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ട്രീറ്റ്മെന്റ് ആണ്. ഈ കേസസിനെയും കേരിയേഴ്സിനെയും നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇത് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് തരുന്നത് നമുക്ക് ടോക്സിൻ ആണ്. അറിയാം, ടോക്സിൻ ആണ്, ഒരു എക്സോ ടോക്സിൻ ആണ് ഇത് നമുക്ക് തരുന്നത്. സോ ഇതിനെതിരെയുള്ള ഒരു ആന്റി ടോക്സിൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേസസിന്, അസുഖം ഉള്ള ആൾക്കാർക്ക്, സിംറ്റം ഉള്ള ആൾക്കാർക്ക് കൊടുക്കേണ്ടത് ഡിഫ്തീരിയ ആന്റി ടോക്സിൻ. ടോക്സിനെതിരെ കൊടുക്കുന്നത് ആന്റി ടോക്സിൻ ആണ്. ഇത് ഇൻട്രാമസ്കുലാറോ അതുപോലെ അല്ലെങ്കിൽ ഇൻട്രാവീനസോ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇഞ്ചക്ഷൻ ആണ് ബേസിക്കലി ആന്റി ടോക്സിൻ എന്ന് പറയുന്നത്. അത് ഇൻട്രാമസ്കുലാർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻട്രാവീനൽ ആയിട്ട് കൊടുക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തേക്കാം. ഇത് മൈൽഡ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ, ചെറിയ ഡിസീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 20,000 തൊട്ട് 40,000 ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മോഡറേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡോസ് കൂട്ടി കൊടുക്കണം. 40,000 തൊട്ടിട്ട് 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല സിവിയർ ആണെന്നുണ്ടെങ്കിൽ, നല്ല പനിയുണ്ട്, നല്ല രീതിക്ക് ഡിഫ്തീരിയ ആണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 80,000 തൊട്ടിട്ട് 1,00,000 വരെ ഇന്റർനാഷണൽ യൂണിറ്റ്. ഇത് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ ആന്റി ടോക്സിൻ നമ്മൾ ഈ എടുക്കുന്ന ഇഞ്ചക്ഷന്റെ ഡോസസ് ആണ് പറയുന്നത്. പ്ലസ് കേസസിന് നമ്മൾ എന്ത് കൊടുക്കണം? ആന്റിബയോട്ടിക്കും കൂടി കൊടുക്കണം. നമുക്കറിയാം ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ബേസിക്കലി ബാക്ടീരിയൽ ഡിസീസിന് എതിരെ ഉപയോഗിക്കുന്ന ഒരു ഡിസീസ് ആണ്. ഈ ഒരു ആന്റി ബയോട്ടിക് നമ്മൾ എവിടുന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? എവിടുന്നാണ്, ആരിൽ നിന്നാണ് നമ്മൾ ആന്റിബയോട്ടിക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എനിബഡി? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? കടയിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നതാണോ? എന്താണ് ആന്റിബയോട്ടിക് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ആന്റിബയോട്ടിക് പെൻസിലിൻ നൊട്ടാറ്റം. പെൻസിലിയം നൊട്ടാറ്റം എന്ന് പറയുന്നത് എന്താണ്? ആരാണത്? പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്നത് ആദ്യം ഈ പെൻസിലിൻ നൊട്ടാറ്റത്തിൽ നിന്നാണ് നമ്മൾ ആദ്യത്തെ ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിട്ടുള്ളത്. ബേസിക്കലി പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്നത് ബാക്ടീരിയ അല്ല. പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്നത് ബാക്ടീരിയ അല്ല. എല്ലാവരും തെറ്റിക്കും. നമുക്ക് ആന്റിബയോട്ടിക് ആണല്ലോ, അപ്പൊ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് എടുക്കാറുണ്ട് ആന്റിബയോട്ടിക്സ്, പക്ഷെ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് മാത്രമല്ല. പെൻസിലിൻ നൊട്ടാറ്റം എന്ന് പറയുന്നത്
വെരി ഗുഡ്. ഫംഗസ് ആണ് കേട്ടോ. ഓക്കെ, ഫംഗസ് ആണ്. ഓക്കെ, ലിവിങ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസം. ഈ മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നതാണ് ഫംഗസ്. ഫംഗസിന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾ ആന്റിബയോട്ടിക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഫംഗസിന്റെ ശരീരത്തിൽ നിന്നും അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഔഷധങ്ങളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ഈ പനിയും ചുമയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് കുറെ ആന്റിബയോട്ടിക്സ് ഒക്കെ എഴുതി തരാറുണ്ട്. അതേപോലത്തെ ഒരു ആന്റിബയോട്ടിക് തന്നെയാണ് പെൻസിലിൻ ഓർ എറിത്രോമൈസിൻ. ഓക്കെ, പെൻസിലിൻ കൊടുക്കാം, അല്ലെങ്കിൽ എറിത്രോമൈസിനും കൊടുക്കാനായിട്ട് സാധിക്കും. അത് എപ്പോഴാണ്? കേസസിനെ 5 തൊട്ടിട്ട് 6 ദിവസം വരെയാണ് നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക് എന്ത് ചെയ്യേണ്ടത്, അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കേസസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആന്റിടോക്സിൻ കൊടുക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന പെൻസിലിനോ എറിത്രോമൈസിനോ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ കേരിയേഴ്സിനാണെന്നെങ്കിൽ നമ്മൾ എറിത്രോമൈസിൻ മാത്രമേ കൊടുക്കുള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയായിരിക്കും, ഡിഫ്തീരിയ കാരിയേഴ്സിന് കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എറിത്രോമൈസിനും തരും പെൻസിലിനും തരും. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എറിത്രോമൈസിൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പെൻസിലിൻ കൊടുക്കുന്നതാണ്, അത് കേരിയേഴ്സിന് കൊടുക്കില്ല. ആർക്കാണ് കൊടുക്കുക? നമ്മുടെ കേസസിനാണ് കൊടുക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മളൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ കോണ്ടാക്ട്സിനെയാണ്. കോണ്ടാക്ട്സിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിഫ്തീരിയ ഉള്ള ആൾക്കാരുമായിട്ട് ഏതെങ്കിലും സമയത്ത് സമ്പർക്കത്തിൽ വന്ന ആൾക്കാരെയാണ് നമ്മൾ കോണ്ടാക്ട്സ് എന്ന് വിളിക്കുക. ഈ കോണ്ടാക്ട്സിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നാണ് നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത്. കോണ്ടാക്ട്സിനെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ഈ ഒരു ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിൻ നമ്മൾ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ ഇപ്പൊ നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും DPT എന്നുള്ള പേരിലായിരിക്കും. ഇപ്പോഴത്തെ കുഞ്ഞുമക്കൾ എടുക്കുന്നത് പെൻഡാവാലന്റ് എന്നുള്ള പേരിലാണ്. ബേസിക്കലി ഡിഫ്തീരിയക്കെതിരെയുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോഴൊക്കെ ഡിഫ്തീരിയ വരാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ, ഇപ്പൊ പണ്ട് ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞ ആളാണെന്ന് ഉണ്ടെങ്കിൽ ഒരു 5 വർഷത്തിന് ഉള്ളിൽ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം 10ാം ക്ലാസ് കുട്ടികളൊക്കെ ഇപ്പൊ നമുക്ക് സൂചി കുത്താനൊക്കെ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരൊക്കെ എന്ന് പറയുന്നത് TD ആണ് എടുക്കുന്നത്. ഓക്കെ, TD എന്ന് പറയുന്ന വാക്സിൻ ആണ്. അതിലും എന്തുണ്ട്? നമ്മുടെ ഡിഫ്തീരിയ ഉണ്ട്. അപ്പൊ ആ ഒരു വാക്സിൻ എടുത്തിട്ട് 5 വർഷത്തിനുള്ളിലാണ്, 5 വർഷത്തിനുള്ളിൽ ഈ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ അടുത്തൊരു കേസ് എന്ന് പറയുന്നത് പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ചെറുപ്പത്തിലുള്ള എല്ലാ വാക്സിനേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു വാക്സിൻ എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു TD അല്ലെങ്കിൽ DT എന്ന് പറയുന്ന ഒരു വാക്സിൻ ഉണ്ട്, ഡിഫ്തീരിയ ടോക്സോയിഡ്. TD എന്ന് പറഞ്ഞാലും DT എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അപ്പോ ഈ ഒരു DT എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ നമ്മൾ എടുക്കണം. പ്രൈമറി ഇമ്മ്യൂണൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കണം. അതാണ് ഡിഫ്തീരിയ ടോക്സോയിഡ്, DT എന്ന് നമ്മൾ പറയുന്നതായിരിക്കും. ഇനി നോൺ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചിരുത്തിയപ്പോൾ അയാൾക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല, എടുത്തിട്ടില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ കൊടുക്കണം. അതാണ് പെൻസിലിനോ എറിത്രോമൈസിനോ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു ഡിഫ്തീരിയ നോൺ ഇമ്മ്യൂണൈസ്ഡ് കോണ്ടാക്ട് ആണ്. കോണ്ടാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിഫ്തീരിയ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആന്റിടോക്സിൻ കൊടുക്കാം. എത്ര യൂണിറ്റ് കൊടുക്കാം? 1000 തൊട്ടിട്ട് 2000 യൂണിറ്റ് വരെ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, 1000 തൊട്ട് 2000 യൂണിറ്റ് വരെ നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഒരു സ്ലൈഡിലൊക്കെ കണ്ടു, ഈ കേസസിനൊക്കെ നമ്മൾ കൊടുത്തത് 40,000 60,000 യൂണിറ്റ് ഒക്കെയാണ്. സോ അത്രയൊന്നും കൊടുക്കണ്ട. കോണ്ടാക്റ്റിനാകുമ്പോൾ നമ്മൾ വളരെ കുറച്ച് കൊടുത്താൽ മതി. ദെൻ മെഡിക്കൽ സർവെയിലൻസ് അറ്റ്ലീസ്റ്റ് എ വീക്ക് ആഫ്റ്റർ എക്സ്പോഷർ. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സർവെയിലൻസ്. എന്താണ് സർവെയിലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സർവെയിലൻസ്? ഒന്ന് പറയൂ എല്ലാവരും, ഒന്ന് ചാറ്റ് ബോക്സിലൂടെ. എന്താണ് സർവെയിലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്താണ് സർവെയിലൻസ്? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം കൂടി ഞാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ പറ, ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കൂ. എന്താണ് സർവെയിലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? What do you mean by surveillance? എന്താണ് സർവെയിലൻസ്? കണ്ടിന്യൂസ് സ്ക്യൂട്ടണി. ഓക്കെ, വെരി ഗുഡ്. ഈ ഒരു ഡിസീസ് വന്നിട്ടുണ്ടെന്ന് നിതാന്ത നിരീക്ഷണം. ഓക്കെ, നമ്മൾ ഈ ഒരാളെ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് മെഡിക്കൽ സർവെയിലൻസ് അറ്റ്ലീസ്റ്റ് എ വീക്ക് ആഫ്റ്റർ എക്സ്പോഷർ. ഈ ഒരു ഡിസീസ് വന്നിട്ട് ഒരു വീക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വീക്ക് വരെ നമ്മൾ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ബാക്ടീരിയോളജിക്കൽ സർവെയിലൻസും ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? ഇത്തരത്തിലുള്ള
ഇത്തരത്തിലുള്ള ബാക്ടീരിയയുടെ സ്വാബ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ദെൻ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ഇപ്പൊ ഈ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മുടെ കാരിയർ സ്റ്റേറ്റിനെ പ്രിവെന്റ് ചെയ്യില്ല. ഓക്കെ, കാരിയർ എന്നും അതിങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ആക്റ്റീവ് ആയിട്ട് പോയിട്ട് നമ്മൾ ഇവരെ കൾച്ചർ ചെയ്യണം. അതുപോലെ തന്നെ ബാക്ടീരിയൽ കൾച്ചർ ഒക്കെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് വാക്സിൻ. നമുക്കറിയാം പാർക്ക് തുറന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10,000 വാക്സിൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എല്ലാം ഒന്നും പഠിക്കേണ്ട. മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് നമ്മുടെ DPT വാക്സിൻ ആണ്. നമുക്കറിയാം പണ്ട് കാലത്ത്, ഇപ്പൊ DPT ഇല്ല, ഇപ്പൊ DPT പ്ലസ് ഈ 2 വാക്സിനും കൂടി ഉള്ളതാണ്. ആ 2 വാക്സിൻ ഏത് അസുഖത്തിനെതിരെയുള്ളതാണെന്ന് അറിയാവോ? DPTയുടെ കൂടെ നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണെന്ന് അറിയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടും. DPTയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്സിൻ, 2 വാക്സിൻ ആണ് ഇപ്പൊ പെൻഡാവാലന്റ് ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണത്? ഹിബിന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ഹിമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഓക്കെ, ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി. ഈ 2 ഡിസീസും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. എന്നാലും നമുക്ക് DPTയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DPT എന്ന് പറയുന്ന വാക്സിൻ 2 ടൈപ്പ് ആണുള്ളത്. ഓക്കെ, DPT എന്ന് പറയുന്ന വാക്സിൻ 2 ടൈപ്പ് ആണുള്ളത്. ഒരെണ്ണം പ്ലെയിൻ ആയിരിക്കും, ദെൻ രണ്ടാമത്തെ അഡ്സോർബ്ഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞിട്ട് വന്നുള്ള കുട്ടികളൊക്കെ ആയി, കാരണം കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഈ സർഫസിലോട്ട് മാത്രം നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോ ഈ ഒരു വാക്സിൻ 2 ടൈപ്പ് വാക്സിൻ ആണ്. ഒരെണ്ണം പ്ലെയിൻ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല, വാക്സിൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അഡ്സോർബ്ഡ് ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കെമിക്കൽ കോമ്പോണന്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. സാധാരണ അലുമിനിയം ഫോസ്ഫൈഡ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ അതിന് സർഫസിൽ അത് അഡ്സോർബ് ചെയ്യാം, സർഫസിൽ മാത്രം അഡ്സോർബ് ചെയ്തിരിക്കാനാണ്. ബൾക്കിലേക്ക് ഒരു അലുമിനിയം ഫോസ്ഫൈഡിന്റെ ബൾക്കിലേക്ക് അത് ഉള്ളിലേക്ക് കയറില്ല, പക്ഷെ അഡ്സോർപ്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ സർഫസിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു അഡ്സോർപ്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് 2 ടൈപ്സ് ഓഫ് വാക്സിൻ, പ്ലെയിനും ഉണ്ട് അഡ്സോർബ്ഡും ഉണ്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 2 to 8 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്കറിയാം DPT നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് എപ്പോഴൊക്കെയാണ് കൊടുക്കുക? 6, 10, 14 വീക്സിനുള്ളിലാണ് കുട്ടികൾക്ക് കൊടുക്കുക. ദെൻ 6 വയസ്സിന് ശേഷം നമ്മൾ DPT കൊടുക്കാറില്ല. പണ്ട് കാലത്തെ 6 വയസ്സിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കാറില്ല? DPT കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിയും ടിയും കൊടുക്കും. ഡിഫ്തീരിയയിലത്തെ ഡിയും അതുപോലെ തന്നെ ടെറ്റനസിന്റെ ടിയും കൊടുക്കും. പി കൊടുക്കാറില്ല. പെർട്ടുസിസിനെതിരെയുള്ള വാക്സിൻ കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് പെർട്ടുസിസ് വരില്ല, അതൊരു റീസൺ ആണ്. അതുപോലെ തന്നെ എന്ത് വരില്ല, ഈ ഒരു വാക്സിൻ ഇതിനകത്ത് 6 വയസ്സിന് ശേഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറെ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്താ പറയാ, ഈ മസിൽസ് ഒക്കെ സ്റ്റിഫ് ആവുക, അല്ലാന്നുണ്ടെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ 12 വയസ്സിന് ശേഷം നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ള നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ ഡിയും അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ടിയും ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്തീരിയയുടെ കണ്ടന്റ് കൂടുതലാണ്. ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് എഴുതിയതിൽ ഡിഫ്തീരിയയുടെ കണ്ടന്റ് കൂടുതലാണ്. ഈ 12 വയസ്സിന് ശേഷം സ്മോൾ ലെറ്റർ ഡി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് ഞാൻ എഴുതിയത്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അത് സാറ് തെറ്റ് എഴുതിയതല്ല. എന്താണ് സ്മോൾ ലെറ്റർ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫ്തീരിയക്കെതിരെ വളരെ കുറച്ച് കോമ്പണൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ 12 വയസ്സിന് ശേഷം നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊടയെ കൂടിയാണ് കൊടുക്കുക. ഓക്കെ, ഇൻട്രാമസ്കുലർ ആന്റീരിയോ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് തൈ, നമ്മുടെ തൊണ്ടയല്ല തൊടയിലൂടെയാണ് നമ്മൾ കൊടുക്കുക, ഈ ഒരു ഇഞ്ചക്ഷൻ ചെയ്യുക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാ വാക്സിനും ചിലപ്പോൾ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് കോവിഡിന്റെ വാക്സിൻ എടുത്ത സമയത്തും ചിലപ്പോൾ പനിയോ അല്ലാന്നുണ്ടെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ റിയാക്ഷൻസ് ആയിട്ട് വരുന്നത് മൈൽഡ്, ചിലപ്പോൾ വളരെ ചെറിയൊരു പനിയോ തലവേദനയൊക്കെ വന്നിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ് സിവിയർ ആയിട്ടും വരാം. ചിലപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കാം, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ,
അപ്പോ അടുത്തത് പറയാനായിട്ടുള്ളത് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല, ഈ ഒരു വാക്സിൻ ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ വാക്സിൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണിച്ച ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാനായിട്ട് പാടില്ല, കൊടുക്കാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് സിവിയർ റിയാക്ഷൻ ടു പ്രീവിയസ് ഡോസ്. ഓക്കെ, പഴയ ഡോസ് എടുത്ത സമയത്ത് ഉള്ള ആൾക്കാർക്കായിട്ട് എന്തെടുക്കാനായിട്ട് പാടില്ല, ഈ ഒരു വാക്സിൻ നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു വാക്സിന്റെ കുറച്ച് ഫോട്ടോസ് ആണ്, ഫിഗേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടെറ്റനസ് ടോക്സോയിഡ്, റെഡ്യൂസ്ഡ് ഡിഫ്തീരിയ, അതുപോലെ തന്നെ പെർട്ടുസിസ്, DPT വാക്സിൻ ആണ് ഫസ്റ്റത്തെ ഫിഗറിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ടെറ്റനസും ഡിഫ്തീരിയും TD ആണ് നിങ്ങൾക്ക് രണ്ടാമത്തേൽ കാണാനായിട്ട് സാധിക്കുക. മൂന്നാമത്തേലാണ് പെന്റാവാലന്റ് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പൊ ഡിഫ്തീരിയക്ക് ഇത്രയധികം വാക്സിൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു വാക്സിൻ ആണ് കമ്പൈൻഡ് വാക്സിൻ ആണ്. കമ്പൈൻഡ് വാക്സിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെന്റാവാലന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫ്തീരിയ ഉണ്ടായിരിക്കും, പെർട്ടുസിസ് ഉണ്ടായിരിക്കും, ടെറ്റനസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒപ്പം വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും അതുപോലെ തന്നെ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബിയും. ഈ ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്നതും ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ഡിസീസ് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു പാത്തജനെ പറ്റി പഠിക്കാനുണ്ട്. ഇത് രണ്ടെണ്ണം സെയിം ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് രണ്ടെണ്ണം സെയിം ആണോടാ? ആണോ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവോ ആർക്കെങ്കിലും? എനിബഡി? നോബഡി? ഓക്കെ, ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വൈറസ് ആണ്. ഈ ഒരു ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. ആ ഒരു വ്യത്യാസം ഉണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടും രണ്ടാണ്. ഈ ഒരു ഇൻഫ്ലുവൻസ മറ്റേ ഇൻഫ്ലുവൻസയായിട്ട് കണക്ട് ചെയ്യരുത്. ദെൻ സ്റ്റോറേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഏജും അതുപോലെ തന്നെ 6, 10, 14 വീക്കുകൾ തന്നെയാണ് കൊടുക്കുക. 6 ഇയേഴ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ D, ക്യാപിറ്റൽ T ആയിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ d, ക്യാപിറ്റൽ T ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഇതിന്റെ മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് 0.5 ml ഈ പറയുന്ന പോലെ തൊടയിലൂടെ തന്നെയാണ് നമ്മൾ കൊടുക്കുക. ദെൻ ഇതിന്റെ റിയാക്ഷൻസ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെഡ്നെസ്, സ്വെല്ലിംഗ് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ഇഞ്ചക്ഷൻ, ഫീവർ ഉണ്ടായിരിക്കും, വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും, ലോസ് ഓഫ് എപ്പിറ്റൈറ്റ് ഉണ്ടായിരിക്കും. ലോസ് ഓഫ് എപ്പിറ്റൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയുക. ദെൻ അബ്ഡോമിനൽ ക്രൈയിങ്, വെറുതെ ഇരുന്നിട്ടൊക്കെ നമുക്ക് കരയാനായിട്ടൊക്കെ തോന്നും. സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ കരയാണെന്നുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ ആരെങ്കിലും തേച്ചൊട്ടിച്ച് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ വെറുതെ ഒരു മൂലക്കിലൊക്കെ ഇരുന്നിട്ട് കരയുള്ളൂ. പക്ഷെ ഇതൊന്നും വേണ്ട, ഈ റിയാക്ഷൻസ് ആയിട്ട് വെറുതെ ഇരുന്ന് കരയും നമ്മൾ. ദെൻ അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോൺട്രാ ഇൻഡിക്കേഷൻസിൽ വരുന്നത് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതിൽ വരുന്നത് എന്താണ്, കഴിഞ്ഞ ഡോസ് എടുത്തപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ഒരു സംഭവം കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും നേരം പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. നമ്മൾ നമ്മുടെ ടോപ്പിക്കിന്റെ ലാസ്റ്റ് പോർഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യൂ. ഓക്കേടാ, എന്നാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് പോവാം. ദാറ്റ് ഈസ് ആന്റിസെറ. ഓക്കെ, ആന്റിസെറ എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുന്നേ? ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാടധികം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം, 1, 2, 3 എണ്ണം ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ. നിങ്ങൾ കേട്ടിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഏതൊക്കെയാണ്? എടാ നമ്മുടെ ശരീരത്തിലുള്ള ഓക്കെ, വെരി ഗുഡ്. IgE, IgT, IgG, IgA. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്. ബേസിക്കലി എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ആന്റിബോഡിയാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ആന്റിബോഡിയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇതിനകത്ത് ആന്റിസെറ എന്ന് പറയുന്നത് നമ്മുടെ കുതിര ഉണ്ടല്ലോ, ഹോഴ്സിന്റെ ശരീരത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു മെഡിസിൻ ആണ്. ബേസിക്കലി ഒരു ഡ്രഗ് തന്നെയാണ് നമ്മുടെ ആന്റിസെറ എന്ന് പറയുന്നത്. നമ്മൾ ഹോഴ്സ് സിറത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഫാം എനിമൽസ്, PHARM. ഓക്കെ, PHARM എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, PHARM. ഓക്കെ, ഫാം എനിമൽസ്, മരുന്ന് തരുന്ന മൃഗങ്ങൾ. ഇപ്പൊ ഈ പാല് തരുന്ന മൃഗങ്ങൾ ഉണ്ടല്ലോ, പശു,
മെയിൻ ആയിട്ട് നമുക്ക് പന്നികളൊന്നും നമുക്ക് പാല് തരില്ല എന്നുണ്ടെങ്കിലും ഫാം അനിമൽസ് ആയിട്ട് നമ്മൾ മെഡിക്കൽ സയൻസിൽ കൺസിഡർ ചെയ്യുന്നത് പന്നീനൊക്കെയാണ്. അപ്പൊ ഈ പന്നിയുടെ ശരീരത്തിൽ കുറെ കൾച്ചറൊക്കെ ചെയ്തിട്ട് ബാക്ടീരിയനൊക്കെ കുത്തിവെച്ചിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഈ ആന്റിബോഡിനെ എടുക്കുന്ന പ്രോസസ്സാണ് ഫാം അനിമൽസ് എന്നൊക്കെ പണ്ട് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം. സോ ഈ ഒരു ഫാം അനിമൽസിനെ ഒരു ഫാം അനിമൽ ആണ് നമ്മുടെ കുതിരയും. ഈ കുതിരയുടെ സിറത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ആന്റിസെറ. നമ്മൾ സാധാരണ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല, എന്നാലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം അത് അത്ര എന്താ പറയാ ഇപ്പൊ ഈ ടോക്സിൻ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് വന്നിട്ട് തരുന്ന ഈ ടോക്സിൻ, കുറെ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവൊന്നും നമ്മുടെ ആന്റിസെറയ്ക്കില്ല, എന്നാലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഫെയിലിയേഴ്സ് ഓഫ് ഡിഫ്തീരിയ ഇമ്മ്യൂണൈസേഷൻ ടേക്ക് പ്ലേസ്. ഓക്കെ, ഇപ്പോ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ, ഡിഫ്തീരിയ ഇമ്മ്യൂണൈസേഷൻ എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ആന്റിസെറ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഓർഗാനിസം ഓഫ് ഡിഫ്തീരിയ. ബോർഡറ്റെല്ല പെർട്ടുസിസ്. രണ്ടാമത്തെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റുണ്ട്. കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ, ദെൻ എൻ മെനിഞ്ചൈറ്റിസ്, ദെൻ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എനി ഡൗട്ട്? ബി ആണ്, കൊറൈനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ്. വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് മോസ്റ്റ്ലി എഫക്റ്റഡ് വിത്ത് ഡിഫ്തീരിയ? ഏത് ഏജ് ഗ്രൂപ്പ് ആണടാ? എ, ബി, സി? ഡി കാണാനില്ലല്ലോ. മൂന്നെണ്ണേ ഉള്ളൂ. ഇതിൽ ഏതാണ്? സാധാരണ കുട്ടികൾക്കാണ് വരിക. ഏതാണ്? എ ആണ് കേട്ടോ. ഓക്കെ, എ ആണ് വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കാം. എ ആണ്. എ ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്തത് നമുക്ക് വരുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിഫ്തീരിയ? ഇത് നിങ്ങൾ പറയണം. ഏതാണ് മേജർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ഇതെല്ലാം ആണ് ഓൾ ഓഫ് ദ എബവ് എന്നിടാനുള്ള ഒരു ചാഞ്ചാട്ടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷെ ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ടില്ല. സോ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തേക്കാം. ഓക്കെ, ദെൻ അടുത്തത് 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 കൊറേനി ബാക്ടീരിയ മീൻസ് എ ഡാഷ്. ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, ബോത്ത്, നൺ ഓഫ് ദ അബവ്. ഓക്കെ, നോട്ടാ. എ ആണ്, ഗ്രാം പോസിറ്റീവ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് ഡിഫ്തീരിയ? എന്നാണ് ഡിഫ്തീരിയയുടെ ഇൻക്യുബേഷൻ പീരീഡ്? ഇതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചതാണ്. ബേസിക്കലി ഡിഫ്തീരിയനെ കുറിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക ഇപ്പം നമ്മുടെ സെൻട്രൽ ലെവൽ എക്സാംസിനൊക്കെ ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ റെയിൽവേ, അതുപോലെ കെമിസ്ട്രി മെയിൻ സബ് എടുത്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ റെയിൽവേ എക്സാംസ് ഒക്കെ വരാനായിട്ടുണ്ടാവും. അപ്പൊ ഡിഫ്തീരിയയിലെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമുക്ക് റെയിൽവേയിലൊക്കെയാണ്. അല്ലാതെ ഇവിടെ നമ്മുടെ DHSനോ DMEനോ ഒന്നും വാട്ട് ഈസ് വിച്ച് ഈസ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഏതാണ്? നമ്മുടെ 2 to 6 days ആണ്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ഒന്ന് കണ്ണടച്ച് കുത്തിക്കോളൂ, കുഴപ്പമില്ല. ദെൻ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഷിക് ടെസ്റ്റ് ഈസ് ഇൻഡിക്കേറ്റ് ദ ഇൻഫെക്ഷൻ ഓഫ് ഏതായിരിക്കും? ഇപ്പൊ നമ്മൾ ഡിഫ്തീരിയയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഡിഫ്തീരിയ ആയിരിക്കും. അപ്പൊ ഷിക് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഓക്കെ, ദെൻ ഷിക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു കൺഫേമിംഗ് ദ ഡയഗ്നോസിസ് ഓഫ് അഗെയിൻ ഡിഫ്തീരിയ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അഗെയിൻ കൊണ്ടുവരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിക് ടെസ്റ്റ് തന്നെയാണ് നമ്മുടെ ഡിഫ്തീരിയയുടെ കൺഫർമേഷൻ ടെസ്റ്റ് കേട്ടോ. ഓക്കെ, കൺഫർമേഷൻ ടെസ്റ്റ് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിലുള്ള ടെസ്റ്റ്, നമ്മളൊരു പ്രൈമറി ആയിട്ട് ഒരു ടെസ്റ്റും ചെയ്യും, അതുപോലെ തന്നെ കൺഫർമേറ്ററി ടെസ്റ്റും ചെയ്യാറുണ്ട്. സോ കൺഫർമേഷൻ ടെസ്റ്റ് ഓഫ് ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇത് തന്നെയാണ്, ഷിക് ടെസ്റ്റ് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതൊന്നും തന്നെ ഇപ്പൊ ട്യൂബർകുലോസിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എനിബഡി? ട്യൂബർകുലോസിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. ഡിഫ്തീരിയ ട്യൂബർകുലോസിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് അറിയാവോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. വെരി ഗുഡ്, മെൻടോക്സ് ടെസ്റ്റ് ആണ്, ടെക്സ്റ്റ് അല്ല. ഓക്കെ, മോണ്ടോക്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സിഫിലിസിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അറിയാവോ? സിഫിലിസിന്റെ അറിയാമോ? സിഫിലിസ് നോബഡി? VDRL. VDRL ടെസ്റ്റ് ആണ് കേട്ടോ.
ദെൻ സ്കേ അറിയില്ല. ഓക്കെ, VDR ടെസ്റ്റ് ആണ് സിഫിലിസിന് നമ്മൾ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ദെൻ സ്കേലറ്റ് ഫീവർ ആണ്. സ്കേലറ്റ് ഫീവറിന്റെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദാറ്റ് ഇസ് ഡിക് ടെസ്റ്റ്. ഓക്കെ, ഡിക് ടെസ്റ്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇത് വരാനായിട്ടുള്ള ചാൻസ് നമുക്ക് അടുത്ത ഡിസീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്ത് പോവാം. ദെൻ നെഗറ്റീവ് ഇൻഡിക്കേറ്റ്സ്. നമുക്ക് ഷിക് ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താ ഒന്ന് ലോജിക്ക് നിർത്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. നെഗറ്റീവ് ഷിക് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ഒന്ന് പറയൂ, എന്തായിരിക്കാം ഈ ഒരു ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇമ്മ്യൂണിറ്റി ടു ഡിഫ്തീരിയ, ദെൻ സസെപ്റ്റബിലിറ്റി ടു ഡിഫ്തീരിയ, ഇമ്മ്യൂണിറ്റി ടു പെർട്ടുസിസ് ആൻഡ് ഇമ്മ്യൂണിറ്റി ടു മംസ്. ഓക്കെ, ഇമ്മ്യൂണിറ്റി ടു ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയക്ക് എതിരെ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫ്തീരിയ വരാതിരിക്കാനുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഷിക് ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. വെരി ഗുഡ്. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് പറയാനായിട്ടുള്ളത് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഫോർ ഡിഫ്തീരിയ കാരിയർ ഇസ്. ഏതാണ് കാരിയറിന് നമ്മൾ കൊടുക്കുന്നത്? ഏതാണ്? പെൻസിലിൻ, എറിത്രോമൈസിൻ ആണോ, ടെട്രാസൈക്ലിൻ ആണോ, പെൻസിലിൻ ആണോ, DPT ആണോ? എല്ലാവർക്കും A ആണ്. പെൻസിലിൻ കൊടുത്താലോ? പെൻസിലിൻ കൊടുക്കണ്ട സാർ. പെൻസിലിൻ നമ്മൾ കേസസിനാണ് ബേസിക്കലി കൊടുക്കാറ്. കാരിയർ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന ടേംസും കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. കാരണം ടേംസ് ഒക്കെ ഇട്ട് നമ്മളെ പറ്റിക്കാറുണ്ട് എല്ലാവരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ ഗൈസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ മനസ്സിലായി സാർ അല്ലെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജി ഒക്കെ ഇടൂ എന്ന്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഐ എം വെരി ഹാപ്പി. സോ ഓക്കേടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും അടുത്ത ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് എഗെയിൻ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഡൗട്ട് ഉള്ളവരെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യൂ. താങ്ക് യു ഗൈസ്. ഐ ഹോപ്പ് ഡൗട്ട് ആർക്കും ഇല്ല എന്ന് തോന്നുന്നു. ഡൗട്ട് ഉള്ളവരാണോ അവിടെ നിൽക്കുന്നത്? ഓക്കെ, ഡൗട്ട് ആർക്കും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എക്സോടോക്സിൻ ഒന്നുകൂടെ പറയാമോ? എക്സോടോക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബാക്ടീരിയയുടെ പെക്യുലാരിറ്റി പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് എക്സോടോക്സിൻ. എക്സോടോക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് എക്സിറ്റ് എന്നുള്ള ഒരു അർത്ഥം. ഓക്കെ, എക്സിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത്. ഇപ്പൊ ബാക്ടീരിയയുടെ ശരീരത്തിൽ എൻഡോടോക്സിനും ഉണ്ട്, എക്സോടോക്സിനും ഉണ്ട്. അപ്പൊ ബാക്ടീരിയയുടെ ശരീരത്തിന് പുറത്തേക്ക് കളയുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് സ്രവിക്കുന്ന ടോക്സിനെയാണ്, വിഷാംശത്തെയാണ് നമ്മൾ എക്സോടോക്സിൻ എന്ന് പറയാ. അപ്പൊ നമുക്കറിയാം ഈ ബാക്ടീരിയ നമുക്ക് ഡിസീസ് വരുത്തുന്നത് പല രീതിയിലാണ്. ഈ കൊറൈനി ബാക്ടീരിയ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ഈ ഒരു ബാക്ടീരിയ നമുക്ക് ഡിസീസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ത്രോട്ടിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ലാരിങ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ ടോൺസിലാർ റീജിയനിലൊക്കെ കയറി ഇരുന്നിട്ട് അവിടെ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് പുറത്തേക്ക് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എക്സോടോക്സിൻ. എക്സോ എന്നുള്ള ടേം ഈസ് പുറത്ത്. അപ്പൊ ആ ഒരു ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഒരു സ്യൂഡോ മെംബ്രെയിൻ കാണാനായിട്ട് സാധിക്കും. സോ ഈ ഒരു സ്യൂഡോ മെംബ്രെയിൻ ആണ് നമുക്ക്, ഈ സ്യൂഡോ മെംബ്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കാം. ഈ സ്യൂഡോ മെംബ്രെയിൻ കൊണ്ട് നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ വരും. അതാണ് നമുക്ക് എക്സോടോക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി അതർ ഡൗട്ട്? ഓക്കേടാ. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, സാറേ പെൻഡ് ചെയ്യാം. ഓക്കെ. സാറേ പെൻഡ് ചെയ്യാം. എൻഡ് ചെയ്യാം, നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ.